കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 വർഷത്തെ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട വികസന സെമിനാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഫ്സൽ നമ്പേരത്ത് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി കുറുപ്പശ്ശേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മാലിന്യ സംസ്കരണത്തിനായി എല്ലാ വീടുകളിലും ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കാനും കായലിലെ എക്കൽ നീക്കം ചെയ്ത് വെള്ളപ്പൊക്കം തടയാനുമുള്ള പ്രധാന നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്തു. കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 വർഷത്തെ പദ്ധതി രൂപീകരണത്തോടനുബന്ധിച്ചുള്ള വികസന സെമിനാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഫ്സൽ നമ്പേരത്ത് ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾ തന്നെയാണ് ജനാധിപത്യത്തിൽ അധികാരം കൈയാളുന്നത് എന്ന് പറയുന്നത് അർത്ഥവത്താകുന്ന രീതിയിൽ നമ്മുടെ പദ്ധതികളും നമ്മുടെ പരിപാടികളും എല്ലാം ഗ്രാമസഭകളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശങ്ങളെ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി നടപ്പിലാക്കുകയും ആ നടപ്പിലാക്കുന്ന വിഷയങ്ങൾ ഗ്രാമസഭയുടെ അംഗീകാരം നേടിയെല്ലാമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുകയും ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ അത് നടപ്പിലാക്കുകയും ചെയ്യുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി കുറുപ്പശ്ശേരി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. അടുത്ത 5 വർഷത്തേക്ക് പദ്ധതി നമ്മൾ രൂപീകരിക്കേണ്ടതുണ്ട്. 14ാം പഞ്ചവത്സര പദ്ധതിയുടെ അവസാന വർഷമാണ് ഈ വർഷം. ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുമ്പോൾ 14ാം പഞ്ചവത്സര പദ്ധതി അതോടുകൂടി സമാപിക്കുകയാണ്. പുതിയ 15ാം പഞ്ചവത്സര പദ്ധതിയാണ് 27 ആരംഭിക്കുന്നത്. സെമിനാറിൽ ഗ്രാമത്തിന്റെ സമഗ്ര മുന്നേറ്റത്തിനായുള്ള സുപ്രധാന തീരുമാനങ്ങളാണ് കൈക്കൊണ്ടത്. മാലിന്യമുക്ത കുമ്പളങ്ങി ലക്ഷ്യമിട്ട് എല്ലാ വീടുകളിലും ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കുക, വെള്ളപ്പൊക്കം തടയുന്നതിനായി കായലിലെ എക്കൽ നീക്കം ചെയ്യുക, ചീപ്പ് സ്ലൂയിസ് സംവിധാനങ്ങൾ നിർമ്മിക്കുക എന്നിവയ്ക്ക് മുൻഗണന നൽകും. കുമ്പളങ്ങി ടൂറിസം പ്രൊജക്ടിന്റെ 2ാം ഘട്ടം ആരംഭിക്കാനും കാർഷിക ഗ്രാമം പദ്ധതി തിരികെ കൊണ്ടുവരാനും സെമിനാറിൽ തീരുമാനമായി. കളിസ്ഥലം യാഥാർത്ഥ്യമാക്കൽ ഉൾപ്പെടെയുള്ള ജനകീയ ആവശ്യങ്ങളും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് മാർട്ടിൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാർഗരറ്റ് ലോറൻസ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ MP ശിവദത്തൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജ്യോതി ജൂഡ്, ടെസി ജേക്കബ്, ഗോപി കാരക്കോടത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീല സേവ്യർ, പഞ്ചായത്ത് സെക്രട്ടറി പ്രീതി MP, നെൽസൺ കോച്ചേരി, പഞ്ചായത്ത് അംഗങ്ങളായ പീറ്റർ ലാലൻ, അനഘ ജോസ്, ജാസ്മിൻ രാജേഷ്, ടോജി കോച്ചേരി, ആനി ഫ്രാൻസിസ്, ഷെർമി ജോഷി, ആന്റണി KS, KV സാബു തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. 5 കിലോമീറ്റർ നീളമുള്ള അല്ലെങ്കിൽ 5.5 കിലോമീറ്റർ നീളമുള്ള 2.5 കിലോമീറ്റർ മാത്രം പരമാവധി വീതിയുള്ള ഏകദേശം 35,000 ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ കൂടുതലുള്ള 450 ഹെക്ടർ പൊക്കാളി പാടശേഖരമുള്ള ഒരു സുന്ദരമായ ഗ്രാമം. കുറെ നാളുകളായിട്ട് നമ്മുടെ കുമ്പളങ്ങി പഞ്ചായത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രതിഭാസം വല്ലാണ്ട് വേലിയേറ്റം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒരുവെള്ള പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് സ്ലൂയിസ് സംവിധാനം നമുക്ക് നടപ്പിലാക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഈ കുമ്പളങ്ങി എന്ന് പറയുന്ന പ്രദേശത്തിന്റെ ജൈവ വൈവിധ്യം നമുക്ക് നിലനിർത്താൻ കഴിയും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. റോയൽ കൊച്ചി 15 വർഷമായി പള്ളൂരുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് എല്ലാ സർവീസുകൾക്കും 30 ഡേയ്സ് സർവീസ് വാറന്റി. സർവീസ് അടുത്തിരുന്ന് കാണാം. പഴയ ഫോൺ എക്സ്ചേഞ്ച് ചെയ്ത് തവണ വ്യവസ്ഥയിൽ പുതിയ മൊബൈൽ ഫോൺ സ്വന്തമാക്കാം. ഡോർ ഡെലിവറി സംവിധാനമുണ്ട്. റോയൽ കൊച്ചി.